നമസ്കാരം സുഹൃത്തുക്കൾ. ഇന്ന് രാവിലെ എണീച്ചപ്പോഴാണ് വാർത്ത കണ്ടപ്പോഴാണ് അഖിൽ മാരാരും പിന്നെ 2020 കോർഡിനേറ്റർ സാബു ജേക്കബും തമ്മിൽ പരസ്പരം ചെളി വാരി എറിയുന്നു. രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ തെറ്റുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, സാധാരണ നാട്ടുനടപ്പ് പോലെ സാമ്പത്തികമായിരിക്കാം ഒരുപക്ഷെ കാര്യം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, കാരണം ഇത് കിട്ടിയ മുതൽ വീതം വെപ്പിലെ തല്ലാണോ അതോ കൊടുക്കാമെന്ന് പറഞ്ഞു ഇതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് ശ്രീമാൻ നരേന്ദ്രമോദിയോടാണ്. ഞങ്ങൾ മലയാളികൾ എന്ത് തെറ്റാണ് സാറിനോട് ചെയ്തിരിക്കുന്നത് ഇതുപോലുള്ള ഊളകളെ ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ? ചോദ്യം, എന്തിനാണ് ഇതുപോലുള്ള ഊളകളെ ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ പോകുന്നത്? കാരണം ഈ രണ്ട് കൂട്ടരും 2020 ഈ ഇലക്ഷന്റെ സമയത്തൂടെ അവർ ഒരുമിച്ച് കൂടുന്നു. അങ്ങനെ കൊട്ടാരക്കര കൊടുക്കാമെന്ന് വാഗ്ദാനം നടക്കുന്നു. അങ്ങനെ സാബു എന്ന് പറയും, എനിക്ക് സാബുവിന് വ്യക്തമായിട്ട് പരിചയമൊന്നുമില്ല, ഞാൻ സംസാരിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. പക്ഷെ അദ്ദേഹം ഒരു പക്ക ബിസിനസ്മാനാണ്. അപ്പോൾ ബിസിനസ്സുകാരുടെ ഒരു ശൈലി എന്ന് പറയുന്നത് അവർക്ക് 10 രൂപ കിട്ടുന്ന പരിപാടിക്ക് അവർ ഇറങ്ങുള്ളൂ. ബുദ്ധിമാനായിട്ടുള്ള ബിസിനസ്സുകാരനാണ് സാബു. അത് മോശമൊന്നുമല്ല. സാബു നല്ലപോലെ കളമറിഞ്ഞ്, അതായത് കളി അറിഞ്ഞ് പണമിറക്കി കോടികൾ കൊയ്തു. അദ്ദേഹം 2020 എന്നുള്ള പാർട്ടി ഉണ്ടാക്കി, അവിടെ എന്തൊക്കെയോ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതിനൊക്കെ ഒരു പുറകിൽ ഒരു പക്ഷെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ബിസിനസ്സുകാർ ഒരിക്കലും 10 രൂപ ഇറക്കിയാൽ 50 രൂപ തിരിച്ച് കിട്ടില്ല എന്ന് ഉറപ്പില്ലാതെ ഒരിക്കലും ഇറക്കില്ല. ഒരു പക്ഷെ അങ്ങനെയല്ലെങ്കിൽ സാബുവിന് കൊള്ളാം. പക്ഷേ ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് 2022 അരവിന്ദ് കെജ്രിവാളിന്റെ ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പടങ്ങളെ കൊണ്ട് സാബു അരവിന്ദ് കെജ്രിവാളിന്റെ കൈ ഇങ്ങനെ പിടിക്കുന്നു. നാം ഭരിക്കും കേരളം എന്ന് പറഞ്ഞു, നാം ഭരിക്കും ഇന്ത്യ. അന്ന് സാബു വിചാരിച്ചു അരവിന്ദ് ആയിരിക്കും ഇന്ത്യ ഭരിക്കാൻ പോകുന്നത്. കാരണം 2022 ലോക്സഭ ഇലക്ഷൻ, 24 ഇലക്ഷൻ അനുബന്ധിച്ച് ഒരു ചെറിയൊരു മോഡി വിരുദ്ധ വികാരം വന്നപ്പോൾ സാബുവിനെ എവിടുന്നോ ഒരു വികാരം ഉൾക്കൊണ്ടു. ഒരു പക്ഷേ ഇനി എങ്ങാനും ഇനി അരവിന്ദ് കെജ്രിവാൾ ആയാലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അങ്ങനെയാണ് അദ്ദേഹം അവിടുന്ന് കൊണ്ടുവന്നു. പണം കൊടുത്തു കാണുമായിരിക്കും, ഇല്ലായിരിക്കാം, ഒന്നും എനിക്കറിയില്ല. പക്ഷെ എങ്ങനെയോ കേജ്രിവാൾ വന്നു, അങ്ങനെ കൈ പിടിച്ചു. കേരള ആം ആദ്മി എന്തൊക്കെയോ പദവി കൊടുത്തു. അങ്ങനെ അദ്ദേഹം 25 ആയപ്പോഴൊക്കെ മറുകണ്ഠം ചാടി. എന്തിനാണ് എൻ്റെ പൊന്നു സാറ് ഇതുപോലുള്ള വലകളെ സാറിന് ആവശ്യം? കേരളത്തിൽ BJP ഭരിക്കണമെങ്കിൽ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ ശ്രീമാൻ നരേന്ദ്രമോദി അടിപ്പിച്ച് 2 പദയാത്ര ചെയ്താൽ കേരളം പോരും. നിങ്ങൾക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. BJP കേരളം വേണ്ട. BJPക്ക് കേരളം കിട്ടിയ എന്താ കാര്യമുള്ളത്? ആകെ 20 സീറ്റേ ഉള്ളൂ, MP-മാർ, ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് വരാത്തത്. പക്ഷെ വർഷത്തിൽ ഈ നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ ഒരു ഫണ്ട് മാറ്റി വെക്കും, ഒരു 10-50 കോടി രൂപ മാറ്റി വെക്കും. അത് അത് അവരുടെ അങ്ങനെയാണത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും മാറ്റി വെക്കുമ്പോൾ കേരളത്തിലേക്ക് ഒരു 50 കോടി മാറ്റി വെക്കും, അല്ലെങ്കിൽ 10 കോടി മാറ്റി വെക്കും. അതിൽ കണ്ണും നട്ടാണ് പല ആൾക്കാരുടെയും ഇരിപ്പ്. ആരുടെ പേര് ഞാൻ പറയുന്നില്ല. അതിൽ നിന്നും ഒരു ചെറിയൊരു എന്തെങ്കിലും കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചാണ് അവസാന കാലഘട്ടം ആകുമ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി പിടിക്കാൻ വരുന്നത്. ഞങ്ങൾ എന്ത് ചെയ്തു? ഈ വളർന്നു വരുന്ന കേരളത്തിലെ തലമുറ എന്ത് ചെയ്തു? സത്യം പറഞ്ഞ നാണമില്ലേ? നമുക്ക് ചിന്തിച്ചു നോക്കുക അല്ലേ? അതായത് ഈ ഒരു നമുക്കൊക്കെ എന്തിനാ ഇവരെ പോലുള്ള പരസ്യമായിട്ട് ഇന്നലെ വ്യക്തി അഖിൽ മാരാർ പറയുകയാണ്, അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ വന്ന് ഒരുപാട് പണം നഷ്ടമായി, പ്രതീക്ഷയും നടന്നില്ല എന്നൊക്കെ. എന്തുമായിക്കോട്ടെ, പക്ഷെ ഇവർക്കൊക്കെ സ്വാർത്ഥ ലാഭം, ഇവർക്കൊക്കെ പല കാര്യത്തിനും ലാഭം ഉണ്ടായിരിക്കാം. പക്ഷെ എന്തുകൊണ്ട് BJP ശ്രദ്ധിക്കുന്നില്ല കേരളത്തിലെ മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെ തന്നെ അല്ലേ കേരളവും? പക്ഷെ നമ്മുടെ തെലങ്കാന ആയാലും UP ആയാലും അവിടെയൊക്കെ ലക്ഷങ്ങളും കോടികളും എറിഞ്ഞുകൊണ്ട് ഭരണം പിടിക്കാൻ ശ്രമിക്കുന്നത് നേരായ മാർഗത്തിൽ കൂടെ അല്ലാണ്ട് ഞാൻ പറയുന്നത് അല്ല പറയുന്നത്. അവിടെ ഫോക്കസ് ചെയ്യണം. ആ ഫോക്കസ് ചെയ്യാൻ BJPക്ക് താല്പര്യമില്ല. അതിന് പകരം ഇതുപോലുള്ള ഈ പറയുന്ന ഊളകളെ കൊണ്ടുവന്ന് ഞങ്ങളെ ചതിക്കല്ലേ. അതായത് വികസനം മാറി നിൽക്കുകയാണ് കേരളത്തിൽ. കാരണം തലമുറയ്ക്ക് ജോലിയില്ല. നീ പറയുന്ന തലമുറ കേരളത്തിന് പുറത്തു പോകുന്ന ഒരു നല്ലൊരു കോളേജ് ഇല്ല, ഒരു മേഖലകളില്ല. ശരിയാണ്, ഗൾഫിലും അമേരിക്കയിലും ലണ്ടനിലും പോയി ഒരുപാട് മലയാളികൾ പണമുണ്ടാക്കിയതുകൊണ്ട് കേരളത്തിന് സ്റ്റേറ്റസ് ഉണ്ട്. പിന്നെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ, അതായത് മിഷണറിമാരുടെ ഒരു പ്രവർത്തനം കൊണ്ട് കേരളത്തിൽ ഒരുപാട് വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് ഉള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പട്ടിണിയില്ല. ശരിയാണ്. പക്ഷെ വരും തലമുറയ്ക്ക് എന്താണെന്നുള്ളത് ഇതിനൊരു മാറ്റം വരുത്തരുന്നേ. അതിന് മാറ്റം വരുത്താൻ വേണ്ടി ഇതുപോലുള്ള ഊളകളെയാണോ കൊണ്ടുവരേണ്ടത്? എൻ്റെ ചോദ്യം ഇവിടെ വളരെ സിമ്പിളാണ്. പ്ലീസ് ശ്രീമാൻ നരേന്ദ്രമോദി, അതായത് സാർ, ഇതുപോലുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. ഇതുപോലുള്ള ഊളകളെ ദയവ് ചെയ്ത് കൂടെ കൂട്ടരുത്. ഒരു
ഉപകാരമില്ല. സാബു വന്നാലും മാരാര് വന്നാലും ആര് വന്നാലും കേരളത്തിലെ ബി.ജെ.പി ട്രെൻഡ് മാറില്ല. തലവര മാറണമെങ്കിൽ ഈ പറയുന്ന 50 കോടി അല്ലെങ്കിൽ 10 കോടി ലക്ഷ്യമിടുന്ന നേതാക്കന്മാർ മാറി സാറും അത് കേന്ദ്ര നേതൃത്വം വന്നാൽ മാത്രമേ ചെറുപ്പക്കാർ ഒരുപാട് പേരുണ്ട്. അനൂപ് ജേക്കബ്, അനൂപ് പയ്യനെക്കൊണ്ട് കുറച്ച് പേരൊക്കെ ഉണ്ട്. 4 5 പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്ലീസ് എന്ത് വൃത്തികേടാണ് ഈ പറഞ്ഞ 2 പേര്. സാബു ജേക്കബ് സാർ, താങ്കൾ ഒരു 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 കിറ്റക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ MD ആണ്. താങ്കളുടെ പ്രോഡക്ട്സ് അമേരിക്കയിൽ എത്തി. താങ്കൾ ഇതുപോലെ അധംപതിക്കരുത്. താങ്കൾക്ക് ഒരു രാഷ്ട്രീയം എന്നുള്ളത് ശരിക്കും പറഞ്ഞ ജനസേവനമാണെങ്കിൽ അതിനെ മാത്രം ജനസേവനമാക്കി മാറ്റണം. അതല്ലാതെ താങ്കളും ഇക്കൂടൽ പെടുന്നത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ലജ്ജ തോന്നുന്നു താങ്കളോട്.